ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ പുറത്തുനിന്ന് കോൾഡ് ബാർന്നൊക്കെ കഴിക്കാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫിയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഒരു 3 ടീസ്പൂണിനടുത്ത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മധുരത്തിന് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ കോഫി പൗഡറും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ ക്യാpuchino ഉണ്ടാക്കി എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ക്യാpuchinoൻ്റെ അതിൽ റെഡിയാക്കി എടുക്കുന്ന അത്രയും ക്രീമി ആയിട്ട് ചെയ്യണമെന്നില്ല, എന്നാൽ അത്യാവശ്യം തന്നെ ഒരു 2 മിനിറ്റ് പതപ്പിച്ചെടുക്കാൻ നോക്കുക. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നല്ല ക്രീമി ആയിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഒരു ഗ്ലാസ്, നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് നല്ല തണുപ്പിച്ച പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കോഫിയുടെ മിക്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി ഭാഗം ഗ്ലാസ്സിനകത്ത് ബാക്കി വെക്കുക, കാരണം നമ്മൾ ഗാർണിഷ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ അതൊരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു ഇത്തിരി ഭാഗം ഞാൻ അതിനകത്തോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഒരു സ്കൂപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു മിനിറ്റൊക്കെ അടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നന്നായി പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് കുറച്ച് ഡയറി മിൽക്ക് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്ലാസ്സിലോട്ടേക്ക് കുറച്ച് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തത് കണ്ടില്ലേ, സൈഡിലൊക്കെ നന്നായിട്ട് ചുറ്റിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കോൾഡ് കോഫി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ്, അതല്ലെങ്കിൽ വാനില ഫ്ലേവർ ആണെങ്കിൽ അത് ഒരു സ്കൂപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ ബദാം പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഒരു ഇത്തിരി ഭാഗം കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്കായിട്ടുണ്ട്. കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കോഫി പൗഡർ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.